ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ചാനൽ ചെറിയൊരു ട്രിപ്പാണ്. ചെറിയ ട്രിപ്പ് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമല്ല. അപ്പോൾ ഈ ട്രിപ്പിലൊരു പ്രത്യേകതകളുണ്ട്. കോട്ടയം ജില്ലക്കാർക്ക് പൊതുവെ ഒരു പരാതിയുണ്ട്. നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റിയ ഒരു പിക്നിക് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഹോളിഡേ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് 2-3 സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സ്പോട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് ഞാനിന്ന് പരിചയപ്പെടുന്നത്. ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന, എത്രയും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും, എന്നാൽ വലിയ എക്സ്പെൻസീവ് അല്ലാതെ നമ്മളെ കുട്ടികളെയും ഭാര്യ കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. നമുക്ക് ആ സ്പോട്ട് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആണ്, നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പം ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സ്പോട്ടാണ് അരുവിക്കുഴി വാട്ടർഫോൾസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ബൈക്കാണ് പോകുന്നത്, നമ്മുടെ ഷൈനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് അരുവിക്കുഴി വാട്ടർഫോൾസിലുള്ളപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പാമ്പാടിയുടെ അതിർത്തിയായിട്ടുള്ള വാർഡിലാണ്. ഞങ്ങളുടെ സ്ഥലം പുതുവഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈക്കിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 2 പേരാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് തുടങ്ങാം. കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടമുള്ളത്. കോട്ടയത്ത് തന്നെ ഏറ്റവും മനോഹരമായതും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയതുമായ ഒരേ ഒരു വെള്ളച്ചാട്ടം പള്ളിക്കത്തോട് വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏത് പ്രായമുള്ളവരായാലും എത്ര ചെറുപ്പക്കാരായാലും കുഞ്ഞുങ്ങളായാലും ആർക്കും ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനും എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത്രയ്ക്ക് സിമ്പിളാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. കാണാനുള്ള സൗന്ദര്യമുണ്ട്, എല്ലാവർക്കും ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ വളരെ മനോഹരമാക്കി ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ കഥ ഞാൻ പറയാം. ഞാനും വൈഫും എന്നും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. പണ്ട് ആദ്യമായി മൂന്നാറിൽ ജോലിയുള്ള സമയത്ത് ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമായിരുന്നു. പക്ഷേ കോട്ടയം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം ഇവിടെ എടുത്തൊന്നും കറങ്ങാൻ പറ്റിയ ഒരു സ്ഥലവുമില്ലായിരുന്നു. ഞങ്ങൾക്ക് പണ്ട് മുതലേ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് അറിയാമെങ്കിലും ഇതൊരു ഇത്ര വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും പലതവണ ഇവിടെ പോയി കുളിച്ച് തിമിർത്ത് ആറാടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിനൊരു സുഖം വേറെയാണ്. ഇന്ന് ഫാമിലിയൊക്കെ അതിന് ശേഷം ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു പിക്നിക് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി സ്പോട്ടായിട്ട് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ മാറിയിരിക്കുന്നു. കോട്ടയം ജില്ലയുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള ജില്ലകളിലെ പോലെ നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടുകൾ വളരെ കുറവാണ്. ഉള്ള സ്പോട്ടുകളിലൊക്കെ പോയാൽ വളരെ ആൾത്തിരക്കും. പക്ഷേ അതിൽ നിന്നും വിഭിന്നമാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് നിറച്ചു. നിങ്ങളൊന്ന് നോക്കിക്കുക, ഞങ്ങൾ ജസ്റ്റ് 100 രൂപയ്ക്ക് മാത്രമേ പെട്രോൾ അടിക്കുന്നുള്ളൂ. കാരണം അത്രയും അടിച്ചാൽ മതി അരുവിക്കുഴി വരെ പോകാൻ. എന്നാലും കുറേ പെട്രോൾ വണ്ടിക്കകത്ത് ബാക്കി കിടക്കും. ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ താഴെയുള്ളൂ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലുള്ള ദൂരം. ഇതൊരു കൊടൈക്കനാൽ ഫീൽ കേട്ടോ. ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ നല്ല തണുപ്പത്ത് ബൈക്ക് ഓടിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വനമൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ റബ്ബർ തോട്ടമാണ്. റബ്ബറിൻ്റെ കൃഷി ഇല്ലാതായതോടുകൂടി തന്നെ ഈ മരങ്ങളൊക്കെ അനാഥമായി ചുമ്മാ നിൽക്കുകയാണ് കാട് പിടിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലും ഒന്നും പറയാനില്ല. റൈഡർമാർക്കൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പ് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ ചെറിയ ഷോർട്ട് റൈഡ്സൊക്കെ പോവുക, അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ ഒരു 30 മിനിറ്റോളം യാത്ര ചെയ്ത്, ചെറിയ റോഡായതുകൊണ്ട് പയ്യാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ സ്പോട്ടിലെത്തി. താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടം. ഇത് അരുവിക്കുഴി പാലത്തിൻ്റെ അടിയിലായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ പണ്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ആധുനികപരമായിട്ട് അതിനെ അറേഞ്ചൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പിൽ ആക്കിയെടുത്തൊരു വെള്ളച്ചാട്ടമാണ് ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്ന അരുവിക്കുഴി വെള്ളച്ചാട്ടം. നിങ്ങളത് വരുവാണെങ്കിൽ ഈ ഭാഗത്ത് അത്യാവശ്യം പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. പാർക്കിംഗ് അതൊക്കെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് മാറ്റിയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഒരു 100 മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക്. 26 രൂപയാണ് നിരക്ക്. അത് മാത്രമാണ് എന്നെ ഒരു കോമഡിയായിട്ട് എനിക്ക് തോന്നിയത്. 2 പേർക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ 52 രൂപയായി. പക്ഷേ അത് എന്ത് കണക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു 25 വെക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു 30 വെക്കുമായിരുന്നെങ്കിൽ വിഷയമില്ല. കാര്യം നമുക്ക് ചില്ലറയുടെ വിഷയമൊന്നും വരത്തില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് ചില്ലറ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി. പിന്നെ കൗണ്ടറിലെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് ആ വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇവിടെ അത്യാവശ്യം ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു സ്ഥലമാട്ടോ ഇവിടെ അത്യാവശ്യം നമുക്ക് നടക്കാം. ഇപ്പം രാവിലെയൊക്കെ വന്നിരിക്കാം. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല
ആ ഒരു മനോഹരമായ സൗണ്ട് കേൾക്കാം. ഈ പുഴയുടെ സൗണ്ടിന് പ്രത്യേക ഒരു രാഗമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ നല്ല സ്പേസും ഉണ്ട്. നമുക്ക് ഫാമിലിയായിട്ട് വരാം, കപ്പിൾസായിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടെന്ന്. അന്ന് ഇവിടെ ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. അന്ന് ജസ്റ്റ് ഒരു കൈവരി മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾ ദഹിക്കുന്ന സ്ഥലമുള്ളൂ, ഇവിടെയൊക്കെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്, കാരണം അവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്തൊക്കെ ചാടിപ്പോയി കഴിഞ്ഞാൽ വലിയ വിഷയമുണ്ടാവും. പിന്നെ ഇവിടെ വലിയ വാച്ചർമാരൊന്നുമില്ല, നമ്മൾ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മേലോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇനി ഞാനതിന് പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നിങ്ങൾ നല്ല വീഡിയോസ് കണ്ടു നോക്കും.
അപ്പം നിങ്ങളെല്ലാം വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്കും ഉണ്ടായത്. കാര്യം ഞാൻ ഇതിന് മുന്നേ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ വരുന്ന സമയത്ത് ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. കാരണം ഇതുപോലെ ടൂറിസത്തിലേക്ക് ഇത് വന്നിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു. അപ്പം അത്യാവശ്യം നമുക്കെല്ലാം വന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷൊക്കെ കുളിക്കാനൊക്കെ പറ്റി നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നു. അതിനുശേഷം ഈ ടൂറിസം ഏറ്റെടുത്തതിന് ശേഷം വെള്ളച്ചാട്ടം കുറച്ചും കൂടെ ഒക്കെ സെറ്റപ്പ് ആക്കി വെള്ളമൊക്കെ കൺട്രോൾ ചെയ്ത് വെള്ളച്ചാട്ടത്തെ ഇച്ചിരി കൂടെ സൗകര്യമാക്കി. പിന്നെ ഒത്തിരി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പാസ് 26 രൂപയാണ് വരുന്നത്. അപ്പം കോട്ടയം സൈഡിൽ നിന്നുള്ള ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എളുപ്പമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പം മണർകാട് സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക. ഇപ്പം പാമ്പാടിയിൽ നമുക്ക് കയറി വരാം. കൊടിമൂരിന്ന് കയറി അങ്ങനെ ഈസി ആയിട്ട് റീച്ചായിട്ടൊരു വെള്ളച്ചാട്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം കയറിയത് ചെറിയൊരു വെള്ളച്ചാട്ടം. ഒരു ഫാമിലിയായിട്ട് വരാൻ പറ്റിയ കുട്ടികളെയൊക്കെ ഇറക്കി ധൈര്യമായിട്ട് കുളിപ്പിക്കാൻ പറ്റിയ
ചെറിയൊരു ഫാമിലി സ്പോട്ടായിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസിനകത്ത് ഓരോ വീഡിയോ കഴിയുമ്പോഴേ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നുണ്ട്. അതിനൊക്കെ എല്ലാം നന്ദി പറയേണ്ടത് നിങ്ങളോട് മാത്രമാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. എനിക്ക് ചെറിയൊരു കാലത്ത് തന്നെ ഇത്ര നല്ല സബ്സ്ക്രൈബർ കിട്ടുന്നതിന് ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് ഉണ്ടായ ഗ്രോത്ത് നല്ലൊരു ഗ്രോത്താണ്. എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു. എൻ്റെ വീഡിയോസിൽ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ കുറ്റങ്ങളെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരണം. എന്നാൽ മാത്രമേ എനിക്കത് അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളെ കാണാൻ വരാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വീണ്ടും വിചാരിക്കുന്നു. ഇനി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അതൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ അഖിൽ സൈനിങ് ഓഫ്.